ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു പെട്ടി ഇട്ടിട്ടുണ്ട്, പെട്ടി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഏകദേശം വൈകുന്നേരമായി. എന്നിട്ടും ഞാനിപ്പോൾ ഈ ക്യാമറയൊക്കെ തുറന്ന് എന്താ ഈ പറയാൻ പോകുന്നത് അല്ലേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങളിത് കാണണം പ്ലീസ് 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 പ്ലീസ്. അതായത് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് കൊളാബറേഷൻസ് ഒക്കെ കിട്ടും എന്നൊക്കെ. അപ്പോൾ ഓരോ ചാനലുകാർ ഇങ്ങനെ കൊളാബറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്നാണ് എനിക്കൊരു കൊളാബറേഷൻ കിട്ടുകയെന്ന്. അത് കഴിഞ്ഞ് 1 മാസം 2 മാസം കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കൊളാബറേഷൻ വരാൻ തുടങ്ങി. അത് വരാൻ തുടങ്ങിയത് ഇങ്ങനെ ജർമ്മനിയിലേക്ക് ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരുന്ന ഏജൻസി അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ ഭയങ്കര മോശമായതുകൊണ്ട് ഞാൻ ഒരു രീതിയിലും ഒരു ഏജൻസിനെയും ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഞാൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് പേടിയത്. അപ്പോൾ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒന്നും എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ അങ്ങനെ കൊളാബറേഷൻ ഒന്നും ചെയ്യാനായിട്ടില്ല, പക്ഷെ അതൊക്കെ എനിക്ക് കാണുമ്പോൾ കൊതിയാണ്, എപ്പം നമുക്കൊരിത് കിട്ടുക എന്ന് വിചാരിച്ച അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ നമ്മുടെ ചാനലിന് ഒരു കൊളാബറേഷൻ കിട്ടി ഗൈസ്. പക്ഷെ ഈ കൊളാബറേഷൻ ഇച്ചിരി സ്പെഷ്യലാണ്. വെറുതെ ഇങ്ങനെ ആൾക്കാർ ഇത് ചെയ്യുമെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ചെയ്തതല്ല. അവരുടെ എന്താ പറയുക, ആ ഒരു എല്ലാവർക്കും ഈ ഒരു പറയാൻ പോണ ആൾക്കാരുടെ കാര്യം കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കൊളാബറേഷൻ സെലക്ട് ചെയ്തത്. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇവരുടെ സിമ്പലാണ് അണ്ണാച്ചി സൂപ്പർ മാർക്കറ്റ് എന്നാണ് അവരുടെ ഷോപ്പിന്റെ പേര്. അപ്പൊ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പോണ്ടിച്ചേരിയിൽ താമസിച്ച് അവിടെ വളർന്ന 4 സുഹൃത്തുക്കൾ അവരിവിടെ ഫ്രാൻസിൽ പാരീസിൽ വന്നു, അവിടെ പഠിച്ചു. അതിനുശേഷം അവർ തന്നെ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയായിരുന്നു. അപ്പം അവരുടെ സ്റ്റാർട്ടപ്പ് എല്ലാവർക്കും അവരുടെ നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവണം തോന്നിയത് കൊണ്ട് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഇന്ത്യൻ ഗ്രോസറീസ് കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. 2018 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് അവർ ഓൺലൈനായിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. പല സ്റ്റേറ്റുകളിലേക്ക്, കൺട്രീസിലേക്ക് അവർ അവരുടെ ഗുഡ്സ് അയക്കാൻ തുടങ്ങി. നല്ല സക്സസ് ആയിട്ട് തന്നെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? ഞാനിത് സെലക്ട് ചെയ്യാൻ കാരണം ഞാനും അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെല്ലാവരും നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഒരു പഠിക്കാൻ വന്ന ഒരാൾക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മാറാൻ പറ്റുമോ എന്ന് ആരെങ്കിലും ഒരാൾ വിചാരിക്കുവാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പല കൺട്രീസിലേക്കും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ ജർമ്മനിയിലേക്ക് അത്ര എത്തിയിട്ടില്ല. അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഇങ്ങനെ കാര്യങ്ങൾ അവർ കൺവേ ചെയ്തു. ഇവര് ഓൺലൈനായിട്ട് ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ iOS അവൈലബിൾ ആയിട്ട് അവരുടെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പം അതിൽ പോയി നോക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ എന്താ പറയുക, അവിടുത്തെ സാധനങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ, മെനു അറേഞ്ച്മെന്റ്സും എല്ലാം ഓക്കെയാണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട കാര്യം, എപ്പോഴും അവർക്ക് ഓഫറുകളാണ്, ഓഫറുകൾ ഇന്നത്തെ ഓഫർ, പിന്നെ മെനു പാക്കേജ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ വേറൊരു സ്പെഷ്യൽ കാര്യം, നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും അവർ തരുന്നതായിരിക്കും. പിന്നെ അവരുടെ സർവീസ് വാട്സപ്പിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ മെസ്സേജ് അയച്ചാലും അവർ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ജെന്യൂൻ ആയിട്ട് തോന്നി. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, സാധനങ്ങൾ മേടിക്കുക. പിന്നെ അതുപോലെ തന്നെ 45 യൂറോയിൽ കൂടുതൽ നിങ്ങൾ സാധനം മേടിക്കുകയാണെങ്കിലാണ് ജർമ്മനിയിലൊക്കെ ഫ്രീ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൂ. അവരുടെ സർവീസ് കൂടി വരുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ചൊക്കെ കഴിയുമ്പോൾ മാറ്റം വരും, ഡോണ്ട് വറി. പിന്നെ ഇപ്പം അവർക്ക് കറന്റ്ലി ജർമ്മനിയിലോട്ട് ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ അവരിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അത് പ്രോസസ്സിംഗ് ആണ്. അത് എന്തായാലും അടുത്തായിട്ട് തന്നെ അവർ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും എന്നാണ് അറിഞ്ഞത്. അപ്പം നമുക്ക് എന്താണ് അവർ നമുക്ക് അയച്ചു തന്നതെന്ന് കാണണ്ടേ. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എനിക്ക് അവർ അയച്ചു തന്ന പെട്ടി. ഇത് ഞാൻ പാർട്ട് ടൈമിന് പോയിട്ടുണ്ടായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ പാക്കറ്റ് പൊട്ടിക്കലും അറേഞ്ച് ചെയ്യലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിയതാണ്. ഞാനൊക്കെ 4 ദിവസം പോയിട്ടുള്ളൂ. ഇപ്പോൾ ഉപകാരമായി കട്ടർ. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം.
ഇതെന്തിനാ? ഇതിങ്ങനെ അമർന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നല്ല പാക്കേജാണ് ഇവിടെ. പാലപ്പം പൊടി ഇതൊക്കെ രണ്ടാമത് ഒരു കവർ ചെയ്തിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ നോക്കുക, നല്ല പാക്കിംഗ് ആണ് അവരുടെ. നമ്മൾ വീട്ടിൽ നിന്ന് സാധനം ലഗേജ് പാക്ക് ചെയ്യില്ലേ, അതിലും വൃത്തിയുണ്ട്. അയ്യോ, തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിന്റെ പൂട്ടെന്ന് പറയുന്നത് അതേമാതിരി ഈ കുഞ്ഞു മാജിക്കാണ് ഇത്രയും. പിന്നെ ദോശപ്പൊടി, ദോശയുടെ ഫ്ലോറ്, അതും ഒരു രണ്ടാമതൊരു പാക്കിംഗ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇത്രയും പാക്കിംഗ് സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതും നമ്മുടെ തക്കാളിപ്പെട്ടിയാണ്. പിന്നെ ഇതാണ് എന്താ പറയുന്നത് നോക്കാം. പിന്നെയും പാക്ക് ചെയ്തേക്കാണ്. ഇത് നെല്ലിക്ക അച്ചാറാണ്. ലൈഫ് ബോയ് സോപ്പ്, മൂങ് ദാൽ, പിന്നെ സേമിയ, ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇങ്ങനെ അവർ കവർ ചെയ്തേക്കാം. ഞാൻ അയക്കുന്നില്ല. ഇത് ഗോതമ്പ് പൊടിയാണ്, ഗോതമ്പ് പൊടി 5 കിലോന്റെ ഗോതമ്പ് പൊടി. പിന്നെ ലാസ്റ്റ് ആൻഡ് സ്പെഷ്യൽ ഇന്ത്യ ഗേറ്റിന്റെ ബസുമതി റൈസ് ആണ്. ഇതും 5 kg ആണ്. അപ്പൊ ഈ കിട്ടിയ സാധനങ്ങളൊക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. നല്ല പാക്കിംഗ് ആണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല സേഫ് ആയിട്ട് സാധനം എത്തും, പിന്നെ പെട്ടെന്ന് തന്നെ എത്തും. ആകെ ഒരു വർക്കിംഗ് ഡേ അവർക്ക് ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തു, നാളെ ഒരു വർക്കിംഗ് ഡേ കഴിയുമ്പോൾ സാധനം ഇവിടെ എത്തിയിരിക്കും. നിങ്ങൾ ഇന്ത്യൻ ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മേടിക്കാവുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയൊന്നും ഇതുവരെ ചാനലിൽ സംസാരിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും, ആ ടോപ്പിക് എടുക്കും. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒന്നും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. കോമൺ ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒന്നും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇപ്പം ഈ സാധനമൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇത് ഒരു എന്താ പറയുക ലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിനുള്ള രൂപയുടെ സാധനമൊന്നുമില്ല, ചെറിയ പൈസയുടെ സാധനമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയ കുഞ്ഞു ചാനലാണ് നമ്മുടെ, വലിയ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. എന്നിരുന്നാൽ കൂടി ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യാൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം ചാനലൊക്കെ തുടങ്ങുമ്പോൾ 10 പേര് 20 പേരൊക്കെ കാണുള്ളൂ. അപ്പം ഭയങ്കര എന്താ പറയുക, ഒരു താല്പര്യമില്ലായ്മയൊക്കെ ആയിരുന്നു. ഇത് എവിടെ എത്താനാണ്, ചുമ്മാ ആൾക്കാർ കളിയാക്കണത് മാത്രം ബാക്കിയാകുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നൈസ് ഫീലാണല്ലേ. അങ്ങനെ ഇതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അണ്ണാച്ചി സൂപ്പർ മാർക്കറ്റ്, അവരുടെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ അവരുടെ ആപ്പുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, കുഞ്ഞു അൺബോക്സിങ് വീഡിയോ, കൊളാബറേഷൻ വീഡിയോ, ഫസ്റ്റ് കൊളാബറേഷൻ വീഡിയോ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, മൈൽ സ്റ്റോൺ അച്ചീവിങ് വീഡിയോ, എന്താ ഇനി പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ എനിക്ക് എപ്പോഴും ഒരു സ്പെഷ്യലായിരിക്കും. ഇത് എത്ര പേര് കാണുന്നു എന്നുള്ളത് എന്നെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു സ്പെഷ്യൽ ആണ്. കാരണം എന്നോട് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുള്ളത് വെറും ഷോർട്സ് ചെയ്യാൻ വേണ്ടി, ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ദൗത്യം. പക്ഷെ ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. ഞാൻ എത്ര വട്ടം ഈ വീഡിയോയിൽ സ്പെഷ്യൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഈ ഒരു മൂമെന്റ് എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്താ പറയുക, നമ്മുടെ ഈ ഫാമിലിയിലൊരു മെമ്പറായ ഒരാൾക്കും ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവുമെന്ന്. സന്തോഷമായില്ലേ ഇപ്പോൾ? അപ്പം ശരി കേട്ടോ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ. അപ്പം ശരി, പോയി ബിരിയാണി വെക്കട്ടെ.